Good afternoon, all. You are a priest forever, according to the order of Melchizedek. 110 സങ്കീർത്തനം 4 വാക്യം. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ നിത്യപൗരോഹിത്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ഓർത്തുകൊണ്ടും അവർക്ക് അഭിനന്ദനങ്ങൾ നൽകിക്കൊണ്ടും നമ്മുടെ ആരംഭിക്കാം. ഈ യോഗത്തിന് ഒഫീഷ്യലായി സ്വാഗതം പറയുന്നതിന് ഫെലിസിറ്റേഷൻ കമ്മിറ്റി കൺവീനർ മിസ് രാജു പാലപ്പുറത്തിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഈ അനുമതി യോഗത്തിന്റെ അധ്യക്ഷനും തിരുത്തുപറമ്പുകാരിയായ ബഹുമാനപ്പെട്ട ജോഷി അച്ഛ, നവവൈദികനായ റോയലച്ച, ജോസഫ് മനോരച്ച, ആശംസകൾ സംസാരിക്കുന്ന ഇടവയിൽ നിന്നുള്ള വൈദിക പ്രതിനിധി ഫാദർ സെഫിൻ പടമാട്ടമ്മൽ, കുടുംബയൂണിറ്റ് ജനസമിതി പ്രസിഡന്റ് ശ്രീ മാത്യു മെരിക്കാത്തോട്ട്, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠനെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈ നവവൈദികരുടെ സ്വീകരണം ആഘോഷമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വികാരിയച്ഛൻ ഏകദേശം 1.5 മാസത്തോളമായി വിവിധങ്ങളായ കമ്പനികൾ രൂപീകരിച്ച് ആഘോഷത്തിന് ഒട്ടും കുറവായില്ലാതെ തന്നെ ഇത്രയും ഭംഗിയാക്കുവാൻ മുൻകൈയെടുത്തത് നമ്മൾ വികാരിച്ചാണ്. അച്ഛനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അച്ഛനെ ഈ അനുമോദന യോഗത്തിലേക്ക് ഇടവകയുടെ പേരിൽ സ്വാഗതം നേർന്നു. ഇന്നത്തെ ഈ ആഘോഷങ്ങളുടെ പ്രധാനക്കാരനായ നവവൈദികർ തന്നെ ഞാൻ സ്വാഗതം പറയുന്നത്. നവവൈദികരായ റോയലച്ചനും ജോസഫ് മാനുവലച്ചനും നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ മുന്നിൽ വളർന്ന് വലുതായി ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേർന്നിരിക്കുകയാണ്. സെമിനാരിയിൽ ചേർന്നതിന് മുമ്പ് രണ്ടുപേരും വളരെ തീക്ഷ്ണതയുള്ള അൽത്താരന്മാരായിരുന്നു. അൽത്താരയോട് ചേർന്ന് വൈദികർ ശുശ്രൂഷ ചെയ്തിരുന്നതുവരെ ദൈവം അൽത്താരയിൽ ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ലഭിച്ച ദൈവം കെടാതെ കാത്തുസൂക്ഷിച്ച് അനേക വർഷങ്ങളുടെ ഒരുക്കത്തിലൂടെ ഇന്ന് പൗരോഹിത്യം സ്വീകരിക്കുന്ന ഈ 2 വൈദികരെ നിങ്ങളുടെ രണ്ടുപേരുടെയും പൗരോഹിത്യ ശുശ്രൂഷയിൽ എന്നും ഞാൻ പ്രാർത്ഥന നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞതിന്റെ റോയലച്ചനെയും മാനുവലച്ചനെയും ഇടവകയുടെ പേരിൽ ഹാർദമായ സ്വാഗതം ചെയ്യുന്നു. ഇടവക വൈദിക പ്രതിനിധിയായ സെഫിനച്ചനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. തിരുത്തുറമി ഇടവക കുടുംബയൂണിറ്റ് കേന്ദ്ര സമിതി പ്രസിഡന്റ് ശ്രീ മാത്യു മെരിക്കാത്തോട്ടിനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠതയും സിസ്റ്റേഴ്സ്, വിശിഷ്ട വ്യക്തികൾ, സ്നേഹമുള്ള നാട്ടുകാർ, ഈ ആഘോഷങ്ങളുടെ കളർഫുൾ ആക്കുന്നതിന് വേണ്ടി സഹകരിച്ച എല്ലാ മാന്യ വ്യക്തികൾക്കും, സ്നേഹമുള്ള നാട്ടുകാർക്കും ഈടകളുടെ പേരിൽ സ്വാഗതം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കൂടെയുണ്ട്. ഒരിക്കലൊരു മെത്രാൻ, ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയുകയാണ്, ഒരു മെത്രാന് ഒരു 8ാം ക്ലാസ്സുകാരൻ എഴുത്ത് എഴുതിയത് ഇങ്ങനെയാണ്: എനിക്കൊരു ദൈവികനാകണം. അപ്പോൾ മെത്രാൻ വായിച്ചു നോക്കിയിട്ട് സാധാരണ എഴുത്ത് വരുന്നത് വൈദികനാകണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ മെത്രാൻ വന്ന എഴുത്ത് എനിക്കൊരു ദൈവികനാകണം.
അപ്പൊ ബിഷപ്പിന് ആകെ സംശയം, എന്താണ് ഉദ്ദേശിച്ചത്? വൈദികനാണോ? ഇവനെ പിതാവ് വിളിപ്പിച്ച് ചോദിച്ചത് എന്താണ് ഉദ്ദേശിച്ചത് എഴുത്തില്. അവൻ പറഞ്ഞത് അക്ഷരത്തെറ്റാണ്, ഉദ്ദേശിച്ചത് ഒരു വൈദികനാണെന്നാണ്. അപ്പോ പിതാവ് പറഞ്ഞു, ഒരുപക്ഷെ അക്ഷരത്തെറ്റായിരിക്കാം, പക്ഷെ നീ ആകേണ്ടത് ഒരു ദൈവീകനാണ്. നീ ആഗ്രഹിച്ചത് ഒരു വൈദികനാണെങ്കിലും നീ ഒരു കൂടുമ്പോ പേടികൂടുക. വളരെ സിമ്പിളായിട്ട് അച്ഛാ എന്ന് മാത്രം വിളിക്കുമ്പോൾ അത്ര വലിയ ടെൻഷനൊന്നുമില്ല. ആവശ്യമില്ലാത്ത വിശേഷണങ്ങളും ടൈറ്റിലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഉത്തരവാദിത്തങ്ങളുടെ ഒരു വലിയ ഭാരം തലയ്ക്ക് മുകളിൽ വരുമ്പോൾ പേടി തോന്നണം വൈദികർക്ക്. സ്നേഹമുള്ള റോയലച്ച, ബാൻവലച്ച, പേരിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ആൽബിയച്ചന് ആദ്യ അവസരം കിട്ടിയതുകൊണ്ട് അതിന് ഞാൻ പറയുന്നില്ല. ഏറ്റവും സ്നേഹമുള്ള വികാരിയച്ച, തിരുത്തിപ്പുറം കുടുംബം സ്വർഗീയ അനുഭവത്തിന്റെ ആനന്ദത്തിൽ ആയിരിക്കുന്ന നിമിഷം ഞങ്ങളുടെ എല്ലാം പ്രിയ അഭിമാനമായ നവവൈദികരെ, വികാരിയച്ച, ജോഷിയച്ച, ഷെഫിനച്ച, മറ്റ് ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, കുടുംബാംഗങ്ങളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ആശംസയിലും അധികം ഈ നവവൈദികരെ സ്വന്തമാക്കിയ സർവശക്തനായ പിതാവ് ആശംസകൾ, പ്രാർത്ഥനകളും ഞങ്ങൾ നേരുകയാണ്. Our love, our respect, our honor, our wishes, our prayers, and our hearty congratulations to Number 6, Tirukudumbam Unit. Number 7, St. Mary's. അടുത്തതായി ഉപഹാരം സമർപ്പിക്കുന്നത് മരിയ ഭവൻ സിസ്റ്റേഴ്സ്. കുടുംബ നമ്പർ 8, ജപമാല രാജ്ഞി. കുടുംബ നമ്പർ 13, ഗലീലിയ. നമ്പർ 14, ആവേ മരിയ. നമ്പർ 16, ക്രൈസ്റ്റ്. പെട്ടെന്ന് തന്നെ കടന്നു വരണം. നമ്പർ 17, സെന്റ് മാത്യൂസ്. നമ്പർ 19, സെന്റ് ഫ്രാൻസിസ് അസീസി. നമ്പർ 20, ഡോൺ ബോസ്കോ. എല്ലാവർക്കും ഇടയിൽ കൈകളടിക്കാവുന്നതാണ്. കൈകളടിക്കുമ്പോൾ നമ്മുടെ സ്നേഹവും ആദരവും ബഹുമാനവും ആശംസകളും എല്ലാം ഈ നവവൈദികർക്ക് ലഭിക്കുന്നതാണ്. നമ്പർ 21, നസറേത്ത്. എല്ലാവർക്കും അക്ഷരം കൈകളടിക്കാം. നമ്പർ 22, സെന്റ് ജോർജ്. നമ്പർ 23, ബത്ലഹേം. നമ്പർ 24, സെന്റ് ഫ്രാൻസിസ് സേവിയർ. നമ്പർ 25, മരിയ. നമ്പർ 27, ഇൻഫന്റ് ജീസസ്. ഇനി ഏതെങ്കിലും കുടുംബ യൂണിറ്റുകൾക്ക് ഉപഹാരം നൽകുവാനുണ്ടെങ്കിൽ ഞാനിവിടെ പേര് വിളിച്ചില്ലെങ്കിലും കടന്നു വരാവുന്നതാണ്. ഇടവകയുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിന്റെ വകയായി HM ആൻസി ടീച്ചർ, ജിജു ടീച്ചറും ഉപഹാരം നൽകുന്നു. അടുത്തതായി വേദിക്കകത്തോട്ട് ട്രസ്റ്റിന്റെ ഒരു മെമന്റോ നൽകി ആദരിക്കുന്നു. ഇനി ഏതെങ്കിലും വ്യക്തികൾക്ക് ഉപഹാരം നൽകുവാനുണ്ടെങ്കിൽ കടന്നു വരാവുന്നതാണ്. ഫാദർ പോൾ,
ജ്യോതിർഭവൻ സിസ്റ്റേഴ്സ് സമ്മാനങ്ങൾ. കർത്താവ് നൽകിയ ദിവസമാണെന്ന് നമുക്ക് ആഹ്ലാദിച്ചുള്ള ചുമതലകൾ ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും 4 പ്രാവശ്യം ഞങ്ങൾ വിളിച്ച് മീറ്റിംഗുകൾ കൂടുകയും എല്ലാ കാര്യങ്ങളും പ്രാചീനങ്ങൾ അന്വേഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടിക്ക് വേണ്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ജോഷേഷിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ 14 പുത്തൻകുമാരങ്ങൾ കഴിഞ്ഞിട്ടും
പിന്നല്ലാതെ നന്നായിട്ട് പഠിക്കും.